പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലെ സന്തോഷം എന്നതുപോലെ സഹനങ്ങളും ഒരുമിച്ച് ആ ജീവിതത്തിൽ കടന്നു വന്നിരുന്നു. ശിമയോൻ പ്രവാചകൻ പ്രവചിച്ചതുപോലെ നിന്റെ ഹൃദയത്തിൽ ഒരു വാൾ കയറും എന്ന് ആ പ്രവചനം യാഥാർത്ഥ്യമായത് കുരിശുമരണ സമയത്തായിരുന്നു. അമ്മ ആ വേദനയോടെ കടന്നു പോയപ്പോഴെല്ലാം ആ സഹനങ്ങളെയെല്ലാം ദൈവഹിത പ്രകാരം സ്വീകരിച്ചു. നമ്മുടെ ജീവിതത്തിലും വേദനകൾ വരാറുണ്ട്. വേദനകളിൽ നാം തളർന്നു പോകാറുണ്ട്. എന്നാൽ പരിശുദ്ധ അമ്മയിലേക്ക് നോക്ക്. അമ്മ വേദനയിൽ അതെല്ലാം ദൈവഹിത പ്രകാരം സ്വീകരിച്ചു. സ്വർണം എങ്ങനെയാണ് സ്വർണമായി തീരുന്നത്? അത് അഗ്നിയിലൂടെ ശുദ്ധീകരിക്കപ്പെടുമ്പോഴാണ് അതിൻ്റെ മാറ്റുകൂടുന്നത്. അതുപോലെ സഹനങ്ങളിലൂടെ നാം നടക്കുമ്പോൾ, സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ അതെല്ലാം നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കുന്ന മാർഗങ്ങളും പാതകളുമാണ്. നമുക്ക് പരിശുദ്ധ അമ്മയോട് തന്നെ മാധ്യസ്ഥം യാചിക്കാം. സഹനങ്ങളിൽ തളരാതെ മുന്നോട്ട് പോകുവാൻ അമ്മ നമ്മുടെ കരം പിടിക്കട്ടെ. അമ്മയുടെ സാന്നിധ്യവും സഹായവും നമുക്കും സഹനങ്ങളിൽ പിടിച്ചു നിൽക്കുവാൻ ശക്തിയും ധൈര്യവും നൽകും. അമ്മ നമ്മെ ഓരോരുത്തരെയും സഹനവേളയിൽ നമ്മെ ചേർത്ത് നിർത്തി നമ്മെ സഹായിക്കും. അമ്മയോട് നമുക്ക് ഈ ദിവസം മാധ്യസ്ഥം തേടി അപേക്ഷിക്കാം.